ഖുറാനെ വിമർശിക്കുന്നുണ്ട്, ആയത്തുകളെ വിമർശിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരു മതപരിഷ്കരണം എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിൻ്റെ ബേസിലില്ല. യാഥാസ്ഥികമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ചില പ്രകടിപ്പിക്കുമ്പോൾ അതുമാത്രമാണ് ഇസ്ലാമിൻ്റെ വേർഷൻ എന്ന് ചിലർ തെറ്റിദ്ധരിക്കും. ഇനി ചിലപ്പോഴൊക്കെ സ്ത്രീകൾക്ക് ഒറ്റക്കും യാത്ര ചെയ്യാം, കാരണം പഴയതുപോലെയുള്ള ഒരു സാമൂഹിക സാഹചര്യമല്ല. അവരവരുടെ സന്തോഷങ്ങളിൽ സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ വിനോദസഞ്ചാരത്തിന് പോയി എന്നുള്ളതൊരു തെറ്റായി ഇമാം കാണുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു സംഗതിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഒരു ആദർശം വരുന്നത്. അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. അതിപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ആദർശമാണ്, അടിസ്ഥാന ആദർശമാണ്. അതേസമയം തന്നെ ഈ പറയുന്ന വലതുപക്ഷ യുക്തിവാദികളുടെ, ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുടെ അവരുടെ ഭാഷയിലും അവരുടെ വാക്കുകളിലുമൊക്കെ അതിര് കവിച്ചലുകൾ ഉണ്ടായിട്ടുണ്ട്. പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവിയാണ് സി മലയാളം ന്യൂസിനിപ്പോൾ ഉള്ളത്. നമസ്കാരം ഇമാം. നമസ്കാരം. ഈ പെരുന്നാളിലേക്ക് പോകുന്ന ദിവസങ്ങളാണ്. ഇപ്പോൾ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കപ്പെടുന്നു, എല്ലാവരും കൂട്ടായിട്ട് വലിയ വലിയ കാര്യങ്ങൾ, നല്ല സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത്തരം ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതേസമയം ചില വ്യക്തതകൾ ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതുതായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസാണ്, ആ കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് മോഹൻലാൽ എന്ന നടൻ ശബരിമല പോയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ടായി. ശബരിമല ചെന്നു, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ മുഹമ്മദ് കുട്ടി PA എന്ന മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടൊരു വഴിപാട് കഴിക്കുന്നു. അതിന് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പം അത്തരം ഒരു സാമൂഹ്യ രാഷ്ട്രീയ മത സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും. ഇങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ആ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു ആത്മബന്ധവും വല്ലാത്തൊരു സൗഹൃദവും അതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു വഴിപാടാണത്. നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ തന്നെ, ആ ഒരു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം മോഹൻലാൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു വലിയ കലാകാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് വല്ലാത്തൊരു ഗുണകാംക്ഷയും വല്ലാത്തൊരു സ്നേഹവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ആ ഒരു സുഹൃത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിശ്വാസം അനുസരിച്ചും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രാർത്ഥനാ രീതി അനുസരിച്ചും അദ്ദേഹം അത് നിർവഹിക്കുകയാണ്. അതിലൊന്നും നമ്മളൊരു കുഴപ്പവും കാണേണ്ടതില്ല. അതൊക്കെ നല്ല കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടുന്ന ഒരു സൗഹൃദമായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. അതിനെ വേറെ രീതിയിൽ അതിനെ കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്ന ആൾക്കാരുടെ കണ്ണട അത് വളരെ മോശമാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇക്കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് വന്നത്. ഒന്ന്, നമ്മുടെ മുൻ മന്ത്രി KT ജലീൽ, അദ്ദേഹം ഇതിനെ പറഞ്ഞത് ഇങ്ങനെയാണ് കേരളം, സൗഹാർദ്ദമുള്ള കേരളം, ഇതാണ് ഇവിടെ നടപ്പാകേണ്ടത്, ഇതാണ് മതസൗഹാർദ്ദം എന്ന തരത്തിൽ വളരെ പ്രശംസിച്ചുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞു. മറ്റൊന്ന്, അബ്ദുള്ള എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടി തൗബ ചെയ്യണം എന്നാണ്. ആ വാക്ക് കറക്റ്റാണോ എന്ന് എനിക്കറിയാം, തൗബ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതായത് മമ്മൂട്ടിയുടെ അറിവോടെയാണ് ഇത് ചെയ്തതെങ്കിൽ, അതല്ല മോഹൻലാൽ സ്വന്തം നിലയ്ക്ക് ചെയ്തതാണെങ്കിൽ മമ്മൂട്ടി നിരപരാധിയാണ് എന്നാണ്. ഇത് പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചും പരസ്പരം സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഒക്കെ കഴിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തിങ്ങി നിറഞ്ഞൊരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പവും അത് വലുതല്ലേ? എന്താണ് അക്കാര്യത്തിൽ പറയാൻ പറ്റുക? സത്യം പറഞ്ഞാൽ KT ജലീൽ മാത്രമല്ല, ഇതിനെ മൊത്തം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നമ്മുടെ കേരളീയരായ മുഴുവൻ ആളുകളും. ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. പിന്നീട് അബ്ദുള്ള പറഞ്ഞത് അദ്ദേഹം ഏത് സന്ദർഭത്തിൽ പറഞ്ഞു അതിനെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയെ ആക്ഷേപിക്കാനൊന്നും പോകുന്നില്ല. ഏതായാലും ഈ ഒരു രീതിയിലുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഉദാഹരണമായിട്ട് നിങ്ങൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ, നല്ല ആത്മബന്ധമുള്ള ഒരു സുഹൃത്താണെങ്കിൽ, സ്വാഭാവികമായിട്ടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കും. നിങ്ങൾ രോഗമാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ പ്രാർത്ഥനയെ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അത് ഒരാൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതുമല്ല. കാരണം പറയാതെ തന്നെയാണ് ആ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഈ മോഹൻലാലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചോ അതിനെ സംബന്ധിച്ചോ മാത്രമല്ല പറയുന്നത്. ഇത്തരം പ്രാർത്ഥനകൾ നമുക്കിടയിലൊക്കെ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹൃദവും സാഹോദര്യവും നിലനിൽക്കാൻ വേണ്ടി ഞാനൊക്കെ ജുമാ പ്രഭാഷണത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഇടയിൽ സൗഹൃദവും പരസ്പര സ്നേഹവും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്
അത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷം വേണം, എല്ലാവർക്കും പ്രയാസങ്ങളിൽ നിന്ന് മുക്തി വേണം, എല്ലാവർക്കും സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മോചനം വേണം, അതുപോലെ എല്ലാവർക്കും ആരോഗ്യം വേണം. ഇതൊക്കെ ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ മതം തന്നെ പറയുന്നത് ഈ പ്രാർത്ഥനകളൊക്കെ എല്ലാവർക്കും വേണ്ടി നടത്താം എന്നുള്ളതാണ്. അതിനൊന്നും മതത്തിന് വിലക്കുകളില്ല, എല്ലാവർക്കും നടത്താം. ആ അർത്ഥത്തിൽ നമ്മൾ സഹോദര സമുദായങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ സഹോദര സമുദായാംഗങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു പ്രാർത്ഥന അവരവരുടെ രീതിയിൽ നടത്തുന്നു. ലക്കും ദീനിക്കും വലിയ ദീൻ എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. അവരവരുടെ വിശ്വാസമനുസരിച്ച് അവർ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, നമ്മൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇക്കാര്യത്തെ വളരെ പോസിറ്റീവായി ഇമാം പറഞ്ഞു. അങ്ങനെ കാണുന്ന ധാരാളം ആൾക്കാർ, മതപണ്ഡിതന്മാർ മതത്തിലുണ്ടായിരിക്കെ തന്നെ സാധാരണ മനുഷ്യരിൽ പലരും ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്. അറിയാമല്ലോ, സോഷ്യൽ മീഡിയ എന്തും അങ്ങ് തുറന്നടിക്കാനോ എന്തെങ്കിലും ഒരു നിയന്ത്രണമില്ലാതെ പറയാനോ ഒക്കെ പറ്റുന്ന ഒരു ഇടമാണെന്ന മട്ടിലാണ് ഇവരൊക്കെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഈ നിലപാട് ഏതെങ്കിലും ഈ പറഞ്ഞ മതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കൃത്യമായ നിലപാട് വിശദീകരിച്ചാൽ പിന്നെ അതാണ് അതിൻ്റെ ശരി എന്ന് പറയുന്ന തരത്തിലുള്ള അധികാരമുള്ള ഒരാൾ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് വിശദീകരിക്കേണ്ടതല്ലേ? ഇത് സത്യം പറഞ്ഞാലേ, ഞാനും ഇതുമായി ബന്ധപ്പെട്ട ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പങ്കുവെക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ ഒരുപാട് കാണുന്ന ആളാണ്. ആ നിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ കമൻസ് ഞാനും ശ്രദ്ധിച്ചു. പക്ഷേ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു സംഭവം നമ്മൾ അതിൽ തന്നെ കേന്ദ്രീകരിക്കണം തോന്നുന്നില്ല. എന്നാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ ഇപ്പോൾ ഈ പറയുന്ന മോഹൻലാലിൻ്റെ ഈ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഈ വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചതിനെ ആൾക്കാർ മിക്ക ആളുകളും ആൾമോസ്റ്റ് ഞാൻ കണ്ട ഒരു 99% എല്ലാവരും തന്നെ പറയാം എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അതിലൊരു തമാശ കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ സുനിത അവർ ശൂന്യാകാശത്തുനിന്ന് സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോടുകൂടി ഈ പറയുന്ന ഈ വഴിപാടിനെതിരെ പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടൊരു തമാശയും കൂടി വന്നിട്ടുണ്ട്. അയാൾ അങ്ങോട്ട് പറഞ്ഞയച്ചു, അയാളിപ്പോൾ എയറിലാണ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എയറിലാകുക എന്ന് പറഞ്ഞൊരു രീതി ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഭാഷയല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഞാനത് കണ്ടത്. അതുകൊണ്ട് എനിക്കതിൽ സന്തോഷമാണ് തോന്നിയത്. കാരണം ഇതിനൊക്കെ ഈ പറയുന്ന രീതിയിലൊക്കെ സങ്കുചിതമാവുന്ന ആളുകൾക്കെതിരാണ്. എപ്പോഴെങ്കിലും ആളുകൾ സങ്കുചിതമാവുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എതിരാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പൊതുബോധം എന്ന് പറയുന്നത്. സമുദായത്തിനകത്ത് മതം പരിഷ്കരിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പരിഷ്കരിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിനൊരു പശ്ചാത്തലം കൂടെയുണ്ട്. അതായത് മുസ്ലിമിൽ നിന്ന് പുറത്തുപോയ ആൾക്കാർ, എക്സ് മുസ്ലിംസ് വളരെ കാര്യമായി നബിവിമർശനം നടത്തുന്നുണ്ട്, അള്ളാഹുവിനെ വിമർശിക്കുന്നുണ്ട്, ഖുറാനെ വിമർശിക്കുന്നുണ്ട്, ആയത്തുകളെ വിമർശിക്കുന്നുണ്ട്, സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നുണ്ട്. കാര്യമായ വിമർശനങ്ങൾ ഉയരുന്നൊരു സാമൂഹ്യ അന്തരീക്ഷം മതത്തിനകത്തുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മതം പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടോ? കാലഘട്ടത്തിനനുസരിച്ച്, രാജ്യങ്ങളുടെ ഭേദങ്ങളനുസരിച്ച് ഈ രീതി ഭേദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുക? മതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ നമ്മൾ എടുത്ത് പറയുമ്പോൾ സത്യത്തിൽ ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാനങ്ങളുണ്ട്. ഈ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ളതാണ്. എല്ലാ കാലഘട്ടത്തിലും വിശ്വാസികളായ ആളുകൾ ഉൾക്കൊള്ളേണ്ടുന്നതായിട്ടുള്ള അടിസ്ഥാനങ്ങളാണ്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്ന വിശദാംശങ്ങൾ അത് കാലാനുസൃതമായിട്ടുള്ള ഗവേഷണങ്ങൾക്കൊക്കെ വിധേയമാവുന്ന സംഗതിയാണ്. മതം പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരു മതപരിഷ്കരണം എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിൻ്റെ ബേസിലില്ല. പക്ഷെ അതേസമയം തന്നെ കാലാനുസൃതമായിട്ടുള്ള ഗവേഷണങ്ങൾ, കാലാനുസൃതമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള വളർച്ചകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിലുള്ള ഒരു നവീകരണം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നവീകരണം ഈ മതത്തിൻ്റെ ബേസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല രീതിയിലും നമുക്ക് ഈ നവീകരണത്തെ കാണാൻ കഴിയും. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ, ഇതിപ്പോൾ ഖുർആനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് ഖുർആനാണ്. ഈ ഖുർആൻ ഈ രീതിയിൽ ഒരു മുസ്ഹഫിൻ്റെ രൂപത്തിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. അതായത് പ്രവാചകന്റെ കാലത്ത് ഒരു മുസ്ഹഫിൻ്റെ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു പുസ്തകം ഈ രീതിയിൽ ക്രോഡീകരിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു ക്രോഡീകരണം ഉണ്ടായത്, അതും ഒരർത്ഥത്തിലുള്ള ഒരു നവീകരണമാണ്. അങ്ങനെ നവീകരണം എന്ന് പറയുന്നൊരു സംഭവം കാലാനുസൃതമായിട്ട് ഒരു നവീകരണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. പരിഷ്കരണം എന്നല്ല അതിനെ സംബന്ധിച്ച് പറയേണ്ടത്, നവീകരണം. അപ്പോൾ പ്രവാചകൻ്റെ ഒരു വചനം തന്നെ ഇങ്ങനെയാണ്: നിശ്ചയം അല്ലാഹു തആല എല്ലാ നൂറ്റാണ്ടുകളുടെയും
ആമുഖത്തിൽ തലപ്പത്ത് എന്താണ് നവീകരണം നടത്തുന്ന ചില നായകന്മാരെ നിയോഗിക്കും എന്നാണ് പറയുന്നത്. നവീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായിട്ട് ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിൻ്റെ വിശദാംശങ്ങളിൽ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു തരുന്ന, ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ അവസ്ഥയിൽ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ മതത്തെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും വരുമെന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലുള്ള നവീകരണം സത്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇമാം പറയുന്നത്. അതുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ മതത്തിൻ്റെ അടിസ്ഥാനങ്ങളുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് അത് മാറുന്നില്ല. അത് എല്ലാ അത് മതത്തിൻ്റെ അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അതിനെ മാറ്റാൻ കഴിയുന്നൊരു സംഗതിയല്ല. അതായത് അടിസ്ഥാനം അങ്ങനെ തന്നെ നിൽക്കും. കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ അതൊക്കെ ഉണ്ടായി, വിശദാംശങ്ങളിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അതിനെ നമുക്ക് വേണമെങ്കിൽ നവീകരണം എന്ന് വിളിക്കാവുന്നതാണ്. പുതിയ ജീവിത കാലഘട്ടങ്ങൾ, ജീവിത സാഹചര്യങ്ങളുമായിട്ട് ചേർന്ന് കാര്യം നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ, ഈ ടെക്നോളജിയുടെ ഉപയോഗം അതൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്, ഇത്ര വാസ്റ്റായിട്ടുണ്ടായത്. അതിന് മുമ്പില്ലാതിരുന്നൊരു കാലത്തില്ലാത്തത് ഇപ്പം വ്യാഖ്യാനങ്ങളായി വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. അതേസമയം അടിസ്ഥാന തത്വങ്ങളൊക്കെ അങ്ങനെ നിൽക്കും എന്നാണോ? അടിസ്ഥാന തത്വങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും. അത് മതത്തിൻ്റെ അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അതിനെ മാറ്റി എഴുതുമ്പോൾ പിന്നീട്, ഉദാഹരണത്തിന് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന വിഷയം, സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണ് എന്ന് പലയിടത്തു നിന്നും ഈ പറഞ്ഞ പോലെ ഇസ്ലാമിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെയാണ്, ഖുറാൻ പറയുന്നത് അങ്ങനെയാണ്, അങ്ങനെ സ്ത്രീകൾ അങ്ങനെ പുറത്തിറങ്ങി സഞ്ചരിക്കേണ്ടവരല്ല എന്ന മട്ടിൽ വ്യാപകമായി സംസാരിക്കപ്പെടുന്നുണ്ട്. അതിനെതിരെയും സംസാരം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന, കാലഘട്ടത്തിനനുസരിച്ച് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട്, അവർ പുറത്തിറങ്ങി സംസാരിക്കുന്നുണ്ട്, രാത്രി ഇറങ്ങി നടക്കുന്നുണ്ട്, അതൊക്കെ വളരെ നിയമപരമായി തന്നെ ചെയ്യുന്നുമുണ്ട്. അപ്പോഴും ഈ ഇത്തരം പ്രിൻസിപ്പിൾസിൽ നിന്നുകൊണ്ട് അതിനെതിരായിട്ടുള്ള സംഭാഷണങ്ങൾ മതകേന്ദ്രീകൃതമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇത്തരം ചർച്ചകൾ വരുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്ലാമിൻ്റേതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഇത് നമ്മൾ ഒരുപക്ഷെ യാഥാസ്ഥികമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അത് മാത്രമാണ് ഇസ്ലാമിൻ്റെ വേർഷൻ എന്ന് ചിലർ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീയുടെ ടൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പണ്ഡിതൻ്റെ ഒരു പ്രഭാഷണം, അങ്ങനെ ഒരു സംഭവം, അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും, അതൊക്കെ മനസ്സിൽ കടന്ന് കളിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഒരു ചോദ്യം വരുന്നത്. അല്ല, ചുറ്റും കാണുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാനത് തന്നെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു വേർഷൻ മാത്രമല്ല ഉള്ളത്, ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേർഷനുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞ വിശദാംശങ്ങൾ എന്ന് പറയാം, കാലാനുസൃതമായിട്ടുള്ള വിശദാംശങ്ങൾ എന്ന് പറയാം. എന്ന് മാത്രമല്ല, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെയും സ്ത്രീകൾക്ക് ഒരുപാട് ഈ പറയുന്ന രീതിയിൽ വലിയ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സ്ത്രീകൾക്ക് പള്ളികളിൽ സ്ത്രീകൾ വന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഇന്നും നമ്മുടെ സമൂഹത്തിലും അത് കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രവേശനമുള്ള പള്ളികളുണ്ട്, സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത പള്ളികളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സംഘത്തോടൊപ്പം, സ്ത്രീകളുടേതായിട്ടുള്ള ഒരു സംഘത്തോടൊപ്പം അവർക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഇനി ചിലപ്പോഴൊക്കെ സ്ത്രീകൾക്ക് ഒറ്റക്കും യാത്ര ചെയ്യാം. കാരണം പഴയതുപോലെയുള്ള ഒരു സാമൂഹിക സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം പഴയ കാലത്ത് വല്ല വിലക്കുകളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലം എന്ന് പറയുന്നത് മരുഭൂമിയിലൂടെയുള്ള ദീർഘമായിട്ടുള്ള യാത്രയാണ്. ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഘട്ടത്തിൽ സഹോദരന്മാരെ ആക്രമിക്കപ്പെടാൻ പാടില്ല. ആ ഒരു രീതിയിൽ ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് ഇന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം ഇന്ന് സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ കൂട്ടമായിട്ട് ഒരു ബസ്സിൽ ഒരുപക്ഷെ ദീർഘമായിട്ടുള്ള യാത്രയായിരിക്കും ചെയ്യുന്നത്. സ്ത്രീകൾ ബസ് ഓടിക്കുന്നുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്ലൈറ്റിൽ അവർ ദീർഘമായിട്ടുള്ള യാത്ര. അപ്പോൾ അവിടെയൊക്കെ വലിയൊരു സഹയാത്രികരുടെ ഒരു സംഘം കൂടെ ഉണ്ട്. അവിടെ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്രാപരമായിട്ട് വല്ല വിലക്കുകളും നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വന്നിട്ടുള്ള വിലക്കുകൾ എന്നേ അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. നേരത്തെ ഈ പറഞ്ഞ പോലെ മണാലിയിൽ ഒറ്റയ്ക്ക് പോയ മുസ്ലിം സ്ത്രീ, അവരെ സംബന്ധിച്ച് വന്ന ഒരു പരാമർശം ഇപ്പോഴത്തെ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ അവരവരുടെ സന്തോഷങ്ങളിൽ സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ വിനോദസഞ്ചാരത്തിന് പോയി എന്നുള്ളതൊരു തെറ്റായി ഇമാം കാണുന്നില്ല. അതിന് ഞാൻ മാത്രമല്ല കാണാത്തത്, മൊത്തം ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആൾമോസ്റ്റ് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ പരതിയപ്പോൾ മിക്കവാറും ആളുകളും
അതിനെ ഒരു തെറ്റായിട്ട് കണ്ടിട്ടില്ല. കാരണം ഒന്നാമത് ആ സ്ത്രീ അവരുടെ മക്കളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, അവരുടെ പെൺമക്കളുടെ കൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർ ശരിയായിട്ട് പൂർണ്ണമായിട്ടും ഒരു ശരിയായ ഡ്രസ്സിലാണ് എനിക്കവരെ കാണാൻ കഴിഞ്ഞതും. ഞാനവരെ കണ്ട ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡ്രസ്സിങ്ങോട് കൂടി നല്ല വൃത്തിയിലാണ് ആ ഒരു യാത്ര ഉണ്ടായിട്ടത് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടാവൂലേ, വിധവകളുടെ കാര്യത്തിൽ പ്രത്യേകം പരിഗണന കൊടുക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ്റെ ഒരു വചനം അസ്സായി അലൽ അർമലത്തി വൽ ഫഖീരി കൽ മുജാഹിദി ഫീ സബീലില്ലാ എന്നാണ്. വിധവകളുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവൻ ദൈവമാർഗത്തിലെ പോരാളിയാണ്. വിധവകളെ അവർക്ക് അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ കൂടി സന്തോഷിക്കുകയാണ് വേണ്ടത്. അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുകയാണ്. വിധവകളും അതുപോലെ ദരിദ്രരും അനാഥകളും എന്നൊക്കെ പറയുന്നത് അവർക്ക് കൂടുതൽ കൺസിഡറേഷൻ, പരിഗണനയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അവരെ എപ്പോഴും ഇങ്ങനെ അവരുടെ ഭർത്താവ് മരിച്ച ആ ദുഃഖത്തിൽ തന്നെ മരണം വരെ കഴിഞ്ഞുകൂടണം എന്നൊരിക്കലും ഇസ്ലാം പറയുന്നില്ല. അവർക്ക് ഇസ്ലാമികമായിട്ടുള്ള രീതിയിൽ, ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ, ഇസ്ലാമിക നിയമം അനുസരിച്ച് പറയുമ്പോൾ ഇസ്ലാമികമായ രീതിയിൽ വസ്ത്രധാരണമൊക്കെ നിർവഹിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അനുവദനീയമായ സന്തോഷങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇമാം പറഞ്ഞതിനകത്ത് 1-2 കണ്ടീഷൻസ് ഉണ്ട്. അതായത് അവർ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ കണ്ടാൽ കുഴപ്പമില്ലാത്ത നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വസ്ത്രം ധരിച്ച്, അവർ വിധവയാണെങ്കിൽ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കണ്ടീഷൻസ് ഏതുമില്ലാതെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അവർക്ക് സ്വയം സുരക്ഷയോടെ യാത്ര ചെയ്യാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടെങ്കിൽ സ്ത്രീ ഒറ്റയ്ക്ക് പോകുന്നതിൽ ഈ കണ്ടീഷൻസ് ഒക്കെ വയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യമല്ല. ഇത് പൊതുവെ ഉയർന്നൊരു ചോദ്യമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പരിഗണിച്ചാൽ അങ്ങനെ കണ്ടുകൂടെ എന്നാണ് ചോദ്യം. നമ്മൾ ആ രീതിയിൽ നമ്മൾ ആരെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ വസ്ത്രധാരണം നടത്തി യാത്ര ചെയ്യുന്നതിന് നമ്മളെതിരല്ല. പക്ഷേ നിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് ഇതിൽ എന്താണ്? അപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ, ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രധാരണം ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് അത് ഇസ്ലാമികമായിട്ടുള്ള ഒരു രീതിയായിട്ട് മാറുന്നത്. പക്ഷേ ഒരാൾക്ക് അതിൽ വിശ്വാസമില്ല എങ്കിൽ അവർക്കത് ചെയ്യാം. പക്ഷേ ഇസ്ലാമിൽ ഒരാൾക്ക് എന്തില്ല, വിശ്വാസമില്ല. ഇനി ഇസ്ലാമിൽ ഒരാൾക്ക് ഓരോരുത്തരുടെയും വിശ്വാസവും ഭാഗികമായ വിശ്വാസമുള്ളവരുണ്ടാവും, പൂർണ്ണമായ വിശ്വാസമുള്ളവരുണ്ടാവും. ഓരോരുത്തരും ഏതൊരു തലത്തിലാണോ അവരതിനെ ഉൾക്കൊണ്ടിട്ടുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിനൊന്നും നമ്മൾ നിരാകരിക്കുന്നില്ല. മതപരമായി ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വിഷയമല്ല. നമ്മൾ മതപരമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മതപരമായ വശം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. മതപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടുള്ള വശം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഈ രാജ്യത്ത് ഒരാൾക്ക് മതപരമായിട്ട് ജീവിക്കാനും അതല്ലാതെ ആ മതത്തെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഉൾക്കൊള്ളാതെ ജീവിക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മതത്തിൻ്റെ അതിൻ്റെ ദീനിൻ്റെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇന്നതാണ്, അതിൻ്റെ ഒരു നിയമം എന്നതാണ് എന്ന് നമ്മൾ പറയാ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിൽ മതവും ആത്യന്തികമായിട്ട് അതിലിടപെടുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ, ഫമൻ ഷാ അഫൽ യുഅ്മിൻ വമൻ ഷാ അഫൽ യക്ഫുർ. ഉദ്ദേശിക്കുന്ന ആൾക്കാർ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതിൽ വിശ്വസിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വിശ്വസിക്കട്ടെ, താല്പര്യമില്ലാത്ത ആൾക്കാർ നിരാകരിക്കട്ടെ. നിരാകരിക്കാനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന ആൾക്കാരോട്, വിശ്വാസികളോട് വിശ്വാസത്തിൻ്റെ തലം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായിട്ടും വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക്, പണ്ഡിതന്മാരും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ അതിനുള്ള ഒരു ഉത്തരവാദിത്വം ബാധ്യതയുണ്ട്. അതാണ് നമ്മൾ നിർവഹിക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം, തുടക്കത്തിൽ നമ്മൾ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ ഈ 3 മതങ്ങളുടെ പ്രധാനപ്പെട്ട 3 മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഞാനിരിക്കുന്ന പാളയം ജുമാ മസ്ജിദിലാണ് നമ്മളിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് പാളയം ക്രിസ്ത്യൻ പള്ളിയുണ്ട്, തൊട്ടപ്പുറത്ത് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദേവാലയങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു വ്യക്തത കൂടെ ചോദിക്കുകയാണ്. മനുഷ്യന് ജീവിക്കാൻ മതം ആത്യന്തികമായിട്ടൊരു ആവശ്യമല്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. അല്ല, അത് സമൂഹത്തിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഉയർന്നു വരുന്ന വാദമല്ല. അങ്ങനെ വാദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അങ്ങനെ മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ ഒരു പക്ഷേ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ അതൊക്കെ ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള വാദവുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നവർ, ക്രൈസ്തവ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിലുണ്ട്. അവരതൊരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ആ ഒരു വിശ്വാസത്തെ അവർ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മതവിശ്വാസത്തെ മതം എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമാണ് സമൂഹത്തിൽ എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ മതവിശ്വാസികളായിട്ട് മുന്നോട്ട് പോകുന്നത്. തിരിച്ചു വിശ്വാസമുള്ള ആൾക്കാർക്ക് അതല്ലെങ്കിൽ ഇതിനൊന്നും ഈ പറയുന്ന രീതിയിലുള്ള മതവിശ്വാസമൊന്നും ആവശ്യമില്ല എന്നുള്ള ബോധ്യമുള്ള ആൾക്കാർ എല്ലാ ഘട്ടത്തിലുമുണ്ട്. നമ്മൾ പറഞ്ഞതേ ഇത് ഒരുപക്ഷെ
പ്രവാചകന്മാർ വന്ന സമൂഹത്തിൽ പോലും ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവരെ ആ ഒരു അർത്ഥത്തിൽ വലിയൊരു ഭൂരിപക്ഷമായിട്ട് അവർ മാറിയിട്ടില്ല, ഇന്നും മാറിയിട്ടില്ല അവരെ. അതുകൊണ്ടാണ് ഇപ്പോൾ വിശുദ്ധ ആദർശം, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം, അത് ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു സംഗതിയല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു സംഗതിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഒരു ആദർശം വരുന്നത്. അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. അതിപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ആദർശമാണ്, അടിസ്ഥാന ആദർശമാണ്. ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്കുള്ള ഒരു അടിസ്ഥാന ആദർശമാണ്. പക്ഷേ അതേസമയം തന്നെ അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങളില്ല, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള മതം വേണ്ട, ദൈവം തന്നെ വേണ്ട എന്ന് പറയുന്ന, ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ടാവും. അവർ എപ്പോഴും വലിയൊരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൂടാ, ഇപ്പോഴും അങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ എനിക്ക്. ഇപ്പോൾ നമ്മുടെ കേരളം എടുത്തു നോക്കുകയാണെങ്കിലും എത്തിസ്റ്റുകളോ അത്തരം ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് അത് നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ്. അത് കാരണം അവർ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അവർ കൂടുതൽ ഇടപെടുന്നു, അവർ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ യൂട്യൂബ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം മേഖലയിൽ അവർ കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന് പ്രതിരോധമുണ്ട്. അതിന് മറുവശത്ത് അവർക്കെതിരെയുള്ള പ്രതിരോധവും സമൂഹത്തിൽ കൂടുതലുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരെ ആയിരിക്കാം, അത്തരത്തിലുള്ള വിമർശനങ്ങളെ. അല്ല, പ്രതിരോധങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ എക്സ് മുസ്ലിംസിൻ്റെ ഈ ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, ജബ്ബാർ മാഷ്, ജാമിദ ടീച്ചർ, ഇതുപോലെയൊക്കെയുള്ള, അതായത് മുസ്ലിംസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എല്ലാ മതത്തിലും അതത് പരിഷ്കരണവാദികളുണ്ട്, ഞാൻ ഈ മുസ്ലിംസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. എക്സ് മുസ്ലിംസിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഇവരുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ പ്രവാചകനെ നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടോ ഖുറാൻ പഠനവിധേയമാക്കിക്കൊണ്ടോ വിമർശനാത്മകമായി തന്നെ പഠനവിധേയമാക്കിക്കൊണ്ടോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ പലതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനെ പ്രതിരോധിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരെ ഫോണിൽ വിളിക്കുന്ന ആൾക്കാരുടെ സംഭാഷണം നല്ല പച്ച തെറിയായിട്ടാണ് വരുന്നത്. ഇസ്ലാം ഇതാണെന്ന് കാണിക്കാൻ അവരിതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം വിട്ടു എന്നതിന് കാരണമായിട്ട് അവർ പറയുന്നത്, നിങ്ങളിങ്ങനെയാണ് ഇസ്ലാം പഠിച്ച, മദ്രസയിൽ പഠിച്ച നിങ്ങൾ തെറിയാണ് പറയുന്നത്, ഇതാണോ നിങ്ങളെ പഠിപ്പിച്ച സംസ്കാരം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരോധിക്കുന്നവരുടെ ഭാഷ അത് നമുക്ക് തന്നെ ആണിയായി വരുന്നൊരു ഘട്ടമില്ലേ? ഇത് ഈ പ്രതിരോധിക്കുന്ന ആൾക്കാരുടെ ഭാഷയുടെ ഒരു സാമാന്യ മനുഷ്യൻ്റെ ആണ്. അതെ, രണ്ട് കാര്യങ്ങളുണ്ട്. പ്രതിരോധിക്കുന്ന ആൾക്കാരുടെ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഭാഷയിലും വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം എത്തിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ എത്തിസ്റ്റുകൾ ഇവരെക്കാൾ കൂടുതൽ മനോഹരമായിട്ട് എത്തിസം ആവിഷ്കരിച്ച അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആളുകളുടെ പേരുകളും നമ്മൾ എടുത്തു പറയുന്നില്ല. പക്ഷേ അവരുപയോഗിച്ച ഭാഷയിലല്ല ഇപ്പോൾ ഈ വലതുപക്ഷ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ സത്യത്തിൽ ഈ പറയുന്ന മതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. മതത്തെ വിമർശിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിനൊന്നും നമ്മളെതിരല്ല. പക്ഷെ അവരുടെ ഭാഷയിലും ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഭാഷയിലും അത് ഞാൻ ഫുള്ളാക്കട്ടെ. പ്രവാചകനെ വിമർശിക്കുമ്പോഴും പ്രവാചകൻ്റെ കുടുംബജീവിതത്തെ വിമർശിക്കുമ്പോഴും മാന്യതയുടെ സകല അതിരുകളും പരിധി ലംഘിക്കുമ്പോൾ മറുവശത്തിനൊന്നും സഭ്യമല്ലാത്ത ചില സംഗതികളൊക്കെ ഞാനത് വല്ലാണ്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായേക്കും, അങ്ങനെ ആ രീതിയിൽ ഉണ്ടായേക്കും. പക്ഷേ അതേസമയം തന്നെ ഈ പറയുന്ന വലതുപക്ഷ യുക്തിവാദികളുടെ, ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുടെ അവരുടെ ഭാഷയിലും അവരുടെ വാക്കുകളിലുമൊക്കെ അതിരുകവിച്ചലുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം അതിരുകവിച്ചലുകളോട് സ്വാഭാവികമായിട്ടും മറുവശത്തും ഞാൻ ആ മറുവശത്തുള്ള അതിരുകവിച്ചലുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഒരിക്കലും തന്നെ എതിരാളിയെ ആ രീതിയിൽ വിമർശിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിലൊരു വചനം എന്താ? വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല എന്ന. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഖുർആൻ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ അവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന് പുറമെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എന്താവും? ആ ദൈവങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നൊരവസ്ഥ വിശേഷം ഉണ്ടാവും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒരു ബേസാണ് ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിൻ്റെ എന്ന് മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും ഒരു ബേസാണ്. നമുക്കിടയിൽ സംവാദമാണ് നടക്കേണ്ടത്. സംവാദം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ, ജയിക്കാനും തോൽപ്പിക്കാനും വേണ്ടിയുള്ള ഒരു വാദപ്രതിവാദം എന്ന രീതിയിലേക്ക്. ഇനി ജയിക്കാനും തോൽപ്പിക്കാനും ഒരാൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും ഒരു സഭ്യമായിട്ടുള്ള ഒരു ഭാഷയിൽ
രണ്ട് കൂട്ടരും അവരുടെ ആശയങ്ങൾ പറഞ്ഞാൽ ഒരു പ്രശ്നവും നമുക്കില്ല. ഒരാൾ എന്താണ് ഈ പറയുന്ന എക്സ് മുസ്ലിമായി അതിനുശേഷം അയാൾ എന്തുകൊണ്ട് വിശ്വാസം വിട്ടു എന്ന് പറയുമ്പോൾ അയാളൊരു മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറുവശത്ത് ഇവിടുന്ന് ഒരു മാന്യമായിട്ടുള്ള ഭാഷ വരും. ഇനി അവിടുന്ന് മാന്യമായ ഭാഷ വന്നിട്ടില്ലെങ്കിൽ പോലും വിശ്വാസികളെന്ന നിലക്ക് മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. കാരണം ഖുർആൻ പറയുന്നത് എന്താ? വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള ഒരു ക്ഷമ വിശ്വാസികൾ പ്രകടിപ്പിക്കുകയും വേണം. അങ്ങനെയില്ലെങ്കിൽ ഫൈദല്ലതി, അങ്ങനെ ഒരു തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നാൽ ഖുർആൻ പറയാണ് ഫൈദല്ലതി ബൈനക വ ബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കും ഇടയിൽ വല്ലാത്തൊരു മൈത്രി ബന്ധം രൂപപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരു ചുരുക്കി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് വിഭാഗം ആളുകളും മാന്യമായ ഭാഷയിൽ സംവദിക്കുക. ഇപ്പോൾ പറയുന്ന ഈ എത്തിസ്റ്റുകളും ഈ എക്സ് മുസ്ലിങ്ങളും അവരെ എന്ത് ചെയ്യുക, അവർ മാന്യമായ ഭാഷയിൽ ഇസ്ലാമിനെ വിമർശിക്കുക. അവർക്ക് പ്രതിരോധം തീർക്കുന്ന ആൾക്കാരും മാന്യമായ ഭാഷയിൽ തന്നെ, ഇരു കൂട്ടരും മാന്യമായ ഭാഷയിൽ തന്നെ അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അതിനെ ആ ഒരു രീതിയിലുള്ള സംവാദം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സംവാദങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംവാദങ്ങൾ അത് പക്ഷേ ഉന്നത തലത്തിലാണ്, അത് അക്കാദമിക്കലി ഉയർന്ന തലത്തിലാണ്. ഈ സംവാദത്തിന്റെ ഘട്ടത്തിൽ സ്വാഭാവികമായി ഇപ്പോൾ താങ്കളെ പോലെ ഒരാളാണ് വിളിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയും, വിമർശനങ്ങളെ ഉൾക്കൊള്ളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും. താഴെ തട്ടിൽ വരുമ്പോഴാണ്, ഫോണിലാണ് വിളിച്ചിട്ട് അപ്പോൾ എന്ത് പറയാമല്ലോ. ഈ ഫോണിൽ വിളിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പല മേഖലയിൽ നിന്നും വിളിക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആരിഫ് ഹുസൈൻ, അദ്ദേഹം എന്താണ് പ്രവാചകൻ്റെ ഒരു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രവാചകനെ പറ്റി ഒരിക്കലും എന്താണ് വിശ്വാസികൾ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലൊരു പദപ്രയോഗം നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രവാചക സ്നേഹി അയാളുടെ ഹൃദയം നൊന്തുകൊണ്ട് ആ ടൈമിൽ പിന്നെ അയാൾക്കും തോന്നും അത്രക്കൊന്നും ഞാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോയ ചില വാക്കുകളാവും. അതൊക്കെയായിരിക്കും പിന്നീട് ഈ ആരിഫ് ഹുസൈന് ഇതാണ് വിശ്വാസികളുടെ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് പറഞ്ഞതൊരു പണ്ഡിതനൊന്നും ആയിക്കൊള്ളുന്നില്ല. ഒരു സാധാരണ ഒരാൾക്കും ഫോണിൽ വിളിക്കാം. കാരണം ആരിഫ് ഹുസൈന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിനെ ആ രീതിയിൽ ലൈവ് പ്രോഗ്രാം വിളിക്കാം. എന്നിട്ട് ഓരോരുത്തരെയും ഫോണുകൾ ഇങ്ങനെ വിളിച്ച് അദ്ദേഹം ചിലപ്പോൾ ലൈവായിട്ട് ആ ഫോണുകൾ കേൾക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ ആ ഫോണ് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും വെച്ചുകാണ്ട് മൊത്തത്തിൽ വിശ്വാസികളുടെ പ്രതിരോധം ഈ രീതിയിലാണെന്നൊന്നും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാനതിൽ നിന്ന് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നുള്ളതിൽ കൂടുതലായി വരുന്നത് അത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ചർച്ചകൾ വളരെ പോസിറ്റീവായി നടക്കട്ടെ. ഏതെങ്കിലും ഒരു മതത്തെ പറ്റിയല്ല ഇനി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം. ചില മതങ്ങൾ പൊതുവേ ഇപ്പം കുട്ടികളെ ബൈബിൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ മദ്രസയിൽ പഠിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ മതബോധനം ചെറുപ്പത്തിൽ തന്നെ നടക്കാറുണ്ട്, അതുപോലെ ഗീതാ ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ക്രൈമുകളുടെ എണ്ണം കൂടുമ്പോൾ, അടുത്തിടയ്ക്ക് KT ജലീൽ പറഞ്ഞൊരു അഭിപ്രായമാണ്, അത് ഞാൻ ഒരു മതത്തെ മാത്രം കേന്ദ്രീകരിച്ച് പറയുന്നില്ല, ആ മതത്തിൽപ്പെട്ട ആൾക്കാർ ഈ പറഞ്ഞ ലഹരി പോലെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരായി മാറുമ്പോൾ മതത്തിന് അവിടെ ഇടപെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് മതബോധനം കൃത്യമായിരുന്നില്ല എന്നത് മാത്രമല്ല, മതത്തിന് കൃത്യമായിട്ട് ഇവരെ സ്വാധീനിക്കാൻ, ഇവരുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടി അതിൻ്റെ അർത്ഥമില്ലേ? ഉദ്ദേശിച്ച അർത്ഥത്തിലേക്ക് മതങ്ങൾക്ക് അത് സാധിക്കുന്നില്ല എന്നൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല. താങ്കൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് കാണും. അല്ല, നമ്മളെ സത്യം പറഞ്ഞാൽ നിങ്ങൾ മതത്തെ സംബന്ധിച്ച് പൊതുവായിട്ടാണ് ചോദിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചല്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സമൂഹം എന്ന് പറയുന്ന മതവിശ്വാസികളുടെ സമൂഹമാണ്. അതുകൊണ്ട് ഈ ക്രൈം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേരായിരിക്കും. ഇപ്പോൾ ഒരു എത്തിസ്റ്റ് ആണെങ്കിൽ പോലും അയാൾക്കൊരു പേരുണ്ടാവും. അയാൾ ഒരു പ്രഖ്യാപിത എത്തിസ്റ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിക്ലെയർഡ് എക്സ് മുസ്ലിം അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അക്കൗണ്ടിലാണ് അത് വിലയിരുത്തപ്പെടുക. അല്ല, ഈ ചോദ്യത്തിൽ ഞാൻ മതത്തിൽ പിടിക്കുന്നില്ല, ഒരു പർട്ടിക്കുലർ മതത്തിൽ പിടിക്കുന്നില്ല, എല്ലാ മതക്കാർക്കും. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന എല്ലാ മതങ്ങളും എന്ന് പറഞ്ഞത് ഈ വിശ്വാസികൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ 95%, ഇപ്പോൾ കേരളീയർ മലയാളികൾ എന്ന് പറയുമ്പോൾ ഒരു 95% വിശ്വാസികൾ തന്നെയാണ്. അത് ഈ പറയുന്ന മാതിരി പൂർണ്ണ വിശ്വാസമുള്ള ആൾക്കാരും ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗികമായിട്ട് ഉൾക്കൊണ്ട ആൾക്കാരും ആവാം. കാരണം അങ്ങനെയൊക്കെയാണല്ലോ വിശ്വാസത്തെ ആൾക്കാർ ഉൾക്കൊണ്ടിട്ടുള്ളത്. എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷേ ഉൾക്കൊണ്ടിട്ടുള്ളത് പല തലങ്ങളിലുമാണല്ലോ. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ ഓരോ സമയവും പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും. ചില ആളുകൾ പള്ളിയിലൂടെ കൂടുതൽ ആത്മബന്ധം സ്ഥാപിക്കുന്ന ആൾക്കാരായിരിക്കും. അതൊക്കെ ഓരോരുത്തർ അവർ ഉൾക്കൊണ്ട ഒരു തലാണ്. ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ ലഹരി അത് ഒരു മതവിശ്വാസികളാണല്ലോ അതിൽ കൂടുതൽ
ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മതവിശ്വാസികളല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയല്ല എൻ്റെ ചോദ്യം. അതായത് മതബോധനത്തിന് ഇവരുടെ ജീവിതക്രമത്തെ പോസിറ്റീവായി രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് അംഗീകരിക്കേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മളത് എന്തുകൊണ്ട് ചോദിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാലേ, ഈ മതബോധനം കൂടി ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ആദ്യം നമ്മളോട് ചോദിക്കണം. കാരണം ഈ മതബോധനത്തിൽ ഇതിനൊക്കെ എതിരല്ലേ സംസാരിക്കുന്നത്? മതം എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരല്ലേ? എങ്ങനെയാണ് നമുക്കത് എല്ലാ മതങ്ങളും, ഇസ്ലാം മതം എന്ന് മാത്രമല്ല എല്ലാ മതങ്ങളും കുറച്ചുകൂടി കൂടുതൽ ലഹരിക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് ഇസ്ലാം മതമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാത്തരം ലഹരിയും കുല്ലു മുസ്കിരിൻ ഹറാം, പ്രവാചകൻ്റെ ഒരു പ്രയോഗം തന്നെ അതാണ്. എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. അതിൽ കൂടുതലും കുറവുള്ളതും ഒരു സംഗതി ഉപയോഗിച്ചാൽ പെട്ടെന്ന് ലഹരി പിടിക്കുന്നില്ലെങ്കിൽ പോലും അതൊരു ലഹരി വസ്തുവാണ് അടിസ്ഥാനപരമായിട്ടെങ്കിൽ അത് നിഷിദ്ധമാണത്, വിലക്കപ്പെട്ടതാണ്. ഇതാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഇതാണ് മതബോധനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അത് പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഒരാൾ ലഹരി അത് ഒരു വൈരുദ്ധ്യമാണ്. ആ സംസാരം എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമാണ്. അത് പഠിപ്പിച്ചതിൻ്റെ പേരിൽ നല്ല, അത് പഠിച്ചിട്ടും ഇവരിങ്ങനെയൊക്കെ ആണല്ലോ ചെയ്യുന്നത്, ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു. അപ്പം മതങ്ങൾക്ക് ഇവരുടെ ഈ ധാർമ്മികത സൃഷ്ടിക്കാൻ അക്കാര്യത്തിൽ വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളൊരു വിമർശനം. അതല്ല, അത് ഏത് രീതിയിൽ പഠിച്ചു? ഒരാളിപ്പോൾ മദ്രസയിൽ പഠിക്കുമ്പോൾ അയാളെ ഏത് രീതിയിൽ അത് പഠിച്ചു, ആ പഠനത്തെ ആ കുടുംബം ഏത് രീതിയിൽ. ഇപ്പോൾ ചില കുട്ടികളെ എന്തൊരു പേരിനെ അവർ മദ്രസയിൽ അയക്കുന്നുണ്ടാവും. മാതാപിതാക്കൾ ചിലപ്പോൾ ആ മദ്രസയിലുള്ള കാര്യങ്ങളൊന്നും ആ മാതാപിതാക്കൾ തന്നെ സ്വയം പ്രാവർത്തികമാക്കുന്നുണ്ടാവില്ല. ആത്മീയമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പല ആളുകളും പല രീതിയിലാണ് മതത്തെ ഉൾക്കൊണ്ടിട്ടുള്ളത്. ചില ആൾക്കാർ കുട്ടികളെ മദ്രസയിലേക്ക് അവർ പറഞ്ഞയക്കുമ്പോൾ കുട്ടികളെ അവർ കുറച്ച് ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചകളിൽ മദ്രസ നടക്കുന്ന സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ ചിലപ്പോൾ ചില മാതാപിതാക്കൾ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കും. അവർ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഉന്നുന്നുണ്ടാവില്ല. ഒരുപക്ഷെ ഭൗതിക വിദ്യാഭ്യാസത്തിലായിരിക്കും, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ചില കേസുകൾ എടുത്തിട്ട് ഇതൊക്കെ മദ്രസയിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ ചൈതന്യത്തോടു കൂടി പഠിച്ച ആൾക്കാരാണ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് പറയാനൊന്നും ന്യായമല്ല. അത് ഞാൻ പറഞ്ഞത് ഏത് മതമാണെങ്കിലും അത് എല്ലാ മതങ്ങളും എല്ലാ ആത്മീയ ചിന്തകളും ഈ പറയുന്ന ലഹരിക്കും അക്രമത്തിനൊക്കെ എതിരാണ്. ഈ അക്രമം പാടില്ല, ലഹരി പാടില്ല എന്നൊക്കെ തന്നെയാണ് നമ്മുടെ മദ്രസയിൽ, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ മദ്രസകളുള്ളത്. അതുകൊണ്ട് മദ്രസകൾക്കെതിരെ നമ്മൾ ഇതിൻ്റെ നേരിൽ മദ്രസകൾക്കെതിരെയോ മതബോധനങ്ങൾക്കെതിരെയോ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതുകൂടി ഇല്ലാതായാൽ ഇതിന്റെ തോത് വർദ്ധിക്കും എന്നുള്ളതാണ്. അതിനൊരു റെലവൻസ് താങ്കൾ പറഞ്ഞതനുസരിച്ച് ആ റെലവൻസ് അവിടെ തന്നെ ഉണ്ട്. അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതിന്റെ തോത് വർദ്ധിക്കും. അതിനെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ മുതിർന്നവരുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് മതത്തിന് ഇക്കാര്യത്തിൽ വീണ്ടും ഇടപെട്ടുകൂടാ? എങ്ങനെയാണ് മുതിർന്നവരുടെ സമൂഹത്തിൽ കുട്ടികളെയാണ് നമ്മൾ ഇത് പഠിപ്പിച്ച് കൊണ്ടുവരിക. അവർ മുതിർന്നതിന് ശേഷമാണ്, 18 വയസ്സിന് ശേഷമാണ് ഈ പറഞ്ഞ ലഹരി കടത്ത്, അക്രമവാസന, കുറ്റകൃത്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇത്തരം ഘട്ടത്തിൽ ഈ ഭരണകൂടങ്ങൾ ഇടപെടുന്ന പോലെ സ്റ്റേറ്റിന് ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. കുറ്റകൃത്യം നടന്നതിന് ശേഷം അവർ പോലീസിലാക്കുക, ജയിലിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു കറക്ഷനൊക്കെ ശാസ്ത്രീയമായി നടക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മതങ്ങൾക്ക് ഇത്തരം ഒരു സാധ്യത പിന്നെയും ബാക്കി നിൽക്കില്ല. അവർ മുതിർന്നാലും കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ അവരെ പരിഷ്കരിച്ചെടുക്കാൻ മതങ്ങൾക്ക് കൂടുതൽ ഇടപെടൽ നടത്തിക്കൂടെ? അതിൽ മതങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇടപെടുന്നതിന് മതങ്ങളോ അമിതമായിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ആ വ്യക്തി ഒന്നുകിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സമുദായ സംഘടനകളൊക്കെ ഉണ്ട്. ആ മതസംഘടനകൾ നടത്തുന്ന ഉത്ബോധനങ്ങൾ, ക്ലാസ്സുകൾ, അവിടേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് മതത്തിൻ്റെ ഉത്ബോധനങ്ങൾ കിട്ടും. പിന്നെ അവർക്ക് മതത്തിൻ്റെ ഉത്ബോധനങ്ങൾ കിട്ടുന്നത് വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോൾ അവർക്ക് മതത്തിൻ്റേതായിട്ടുള്ള ഉത്ബോധനങ്ങൾ കിട്ടും. പക്ഷേ ഇതൊക്കെ ആളുകളെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നിർബന്ധിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെ നിർബന്ധിപ്പിച്ച ആൾക്കാരെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന അടുത്ത വിമർശനം അതാവും. പള്ളിയിൽ പോകുക എന്നുള്ളത് ആൾക്കാരുടെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമില്ല, പിന്നീട് എന്താണ് ഈ പുരോഹിതന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു വിമർശനമായിരിക്കും. ആ വിമർശനത്തിനായിരിക്കും ഞങ്ങൾ മറുപടി പറയേണ്ടി വരിക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരേ ഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ രണ്ട് ചോദ്യങ്ങളും അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ആളുകളുടെ ഒരു സ്വാതന്ത്ര്യവും അവരുടേതായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പൊക്കെ അനുസരിച്ചാണ് അവർ മതത്തെ സമീപിക്കുന്നത്. വിശേഷിച്ചും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അങ്ങനെയാണ് അവരെ മതത്തെ സമീപിക്കുന്നത്. അതുകൊണ്ട് അവരെ ഈ മതസംഘടനകൾ നടത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വിജ്ഞാന സദസ്സുകളെ, അതുപോലെ തന്നെ മസ്ജിദുകളിൽ വെള്ളിയാഴ്ച മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഇപ്പോൾ റമദാനിൽ ഇപ്പോൾ പാളയം പള്ളി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ പള്ളി മാത്രമല്ല മിക്ക പള്ളികളിലും എല്ലാ ദിവസവും ഉത്ബോധന ക്ലാസ്സുകളുണ്ട്. എല്ലാ ദിവസവും
ഈ പറയുന്ന ഉത്ബോധന ക്ലാസ്സുകളിലൊക്കെ നടക്കുന്ന ഉത്ബോധനങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തെ ഈ സാമൂഹിക തിന്മകളിൽ നിന്ന് സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്ബോധന ക്ലാസ്സുകൾ തന്നെ വെക്കുന്നത്. ഈ പറയുന്ന ലഹരി, ഈ പറയുന്ന അക്രമം, കൊലപാതകം, ഇതിന്നൊക്കെ സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരത് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ആളുകൾ അതിൽ പങ്കെടുക്കുന്ന അവരുടേതായിട്ടുള്ള സമയവും അതുപോലെ തന്നെ അവർക്ക് അതിനോടുള്ള താല്പര്യമൊക്കെ അനുസരിച്ചായിരിക്കും അവരതിൽ പങ്കെടുക്കുക. അതിനെ പ്രയോജനപ്പെടുത്തുന്ന ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളുണ്ടാവും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, മത രംഗത്ത് നടക്കുന്ന ഉത്ബോധനങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആളുകൾ വേറെയും പലതും കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചയിൽ തന്നെ ഉയർന്നു വരുന്നില്ലേ, സിനിമ ഇതിനെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കുന്നു, അങ്ങനെ മറ്റുള്ള കലാപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളൊക്കെ ഒരുപാട് രീതിയിൽ ഈ അക്രമത്തെയും ലഹരിയിലേക്കൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ചൊന്നും പഠനം നടത്തിയിട്ടില്ല ഏത് രീതിയിലാണ്. പക്ഷേ വളരെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ തന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, ഈ തെറ്റിലേക്ക് മനുഷ്യനെ പോകാൻ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇതൊക്കെ ആളുകൾ ഇതിനൊക്കെ, പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. ഇപ്പോൾ പള്ളിയിൽ ഒരു അരമണിക്കൂർ ഉത്ബോധനം കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 12 മണിക്കൂറും 10 മണിക്കൂറും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഫേസ്ബുക്കും റീലും അതുപോലെ യൂട്യൂബും ഒക്കെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പള്ളിയിൽ നിന്നൊരു ഉത്ബോധനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ അവരുടെ യൂട്യൂബുകൾ അങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചേർന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തെ വഴിതെറ്റിക്കുന്നതിൽ ഇപ്പോൾ ഈ മതവിശ്വാസികൾ, ഇപ്പം മതവിശ്വാസിയായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാളെ പോലും പല രീതിയിലും പല നിലക്കും പല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മതത്തെ മാത്രം ഇതിനൊക്കെ ഉത്തരവാദിത്തം മതമാണ്, അതല്ലെങ്കിൽ മതബോധനങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇത് വന്ന ഒരു അഭിപ്രായത്തെ ഞാൻ അങ്ങയുടെ മുന്നിൽ അത് പറഞ്ഞു എന്ന് മാത്രം. അത് അത്തരത്തിൽ മതത്തിന് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് ഇടപെടാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായും. മതം കൂടുതൽ ക്രിയാത്മകമായി കൂടുതൽ ഇടപെടണം എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവുന്ന ശൈലിയിലും അവരോട് ഇടപെടണം. അത് മതരംഗത്തുള്ള ആത്മീയ രംഗത്തുള്ള ആളുകൾ അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ ഡിബേറ്റുകളുമൊക്കെ കൂടുതൽ പോസിറ്റീവാക്കാൻ വേണ്ടി, കൂടുതൽ ക്രിയാത്മകമാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് റീൽസിൻ്റെ കാലമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റീൽസിലൂടെ ആളുകൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ നേരം പ്രസംഗിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഈ ഞാനടക്കമുള്ള ആൾക്കാർ കുറേ നേരം പലപ്പോഴും അങ്ങനെയാണ്. പക്ഷേ അത് നമ്മളൊക്കെ തിരുത്തി ആ ഒരു കറക്ഷൻ നമുക്കൊക്കെ വേണം. നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വലിയ നന്മ ചുരുങ്ങിയ സമയത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഉത്ബോധനങ്ങളൊക്കെ നമ്മൾ നൽകുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് കുറേ നേരം ഒരു കാര്യം കേട്ടിരിക്കാൻ ക്ഷമയുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചുരുങ്ങിയ വാക്കുകളിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ മനസ്സിൽ പതിയും. അപ്പോൾ നമ്മൾ മതരംഗത്തേക്കും ആൾക്കാർ പോസിറ്റീവായിട്ട് മതരംഗത്തേക്കും കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന തിന്മകളിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരും ഈ പറയുന്ന ഉത്ബോധനങ്ങളിലൂടെയൊക്കെ ധാരാളം ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ കാണണം. എല്ലാം ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ എല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് എന്നാണ് അങ്ങേപ്പം പറഞ്ഞു വെച്ചത്. മതം മാത്രമല്ല, ഈ പറയുന്ന ഈ എക്സ് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഈ എത്തിസ്റ്റുകളുമൊക്കെ മുന്നോട്ട് വെക്കുന്ന ഈ വലതുപക്ഷ യുക്തിവാദികൾ എന്നാണ് ഞാൻ അവരെക്കുറിച്ച് പറയാം. അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു നിലപാടാണ്. പഴയ യുക്തിവാദത്തിൻ്റെ ഒരു പാരമ്പര്യമല്ല പുതിയ യുക്തിവാദത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. നല്ല സംവാദ ശൈലിയുള്ള യുക്തിവാദികൾ ഉണ്ടായേക്കും. പക്ഷെ അവരെക്കാൾ കൂടുതൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ഒരു മതത്തെ പ്രത്യേകമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ മാത്രം വിമർശിക്കുന്ന അതൊരു പ്രത്യേക മനസ്സാണ്. ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് കൂടുതൽ കാണുന്നത്. ഈ ലിബറലിസത്തിനും സത്യത്തിൽ ഇതിനൊക്കെ പങ്കുണ്ടല്ലോ. ലിബറലിസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന ലഹരിയൊക്കെ വളർത്തുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. അവർ ഉന്നയിക്കുന്ന വിമർശനത്തെക്കാൾ വലിയ പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പറയുന്നത് എന്താണ്, മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ അവകാശമാണ്, അതെങ്ങനെ വിനിയോഗിക്കണം. അതാണല്ലോ സത്യത്തിൽ ഈ എത്തിസത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, അതെങ്ങനെ വിനിയോഗിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. മതം പറയുന്നത് എന്താണ്, ഇവിടെ ഖുർആനിൽ അങ്ങനെ പറയുന്നു, പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. അത് വേറൊരു മതപണ്ഡിതൻ പറയുന്ന വർത്താനം അവർക്ക് ബാധകമല്ല. അവർ പറയുന്നത് എൻ്റെ ശരീരം എങ്ങനെ വിനിയോഗിക്കണം, അതിന് സുഖം കിട്ടുന്ന കാര്യമാണെങ്കിൽ അത് നല്ലത്.
ഇനി അതിന് പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് മോശം. ആ രീതിയിലാണല്ലോ സത്യത്തിൽ ഈ പറയുന്ന ലിബറൽ കാഴ്ചപ്പാടുകൾ വരുന്നത്. അപ്പോൾ ആ ലിബറൽ കാഴ്ചപ്പാടുകളും സ്വാഭാവികമായിട്ടും ലഹരിയെ വളർത്താൻ, അക്രമവാസനകളെ വളർത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ആ ഒരു രീതി എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയും അതിൻ്റേതായിട്ടുള്ളൊരു പങ്കാളിത്തമുണ്ട്. ഒരു വശത്തുകൂടെ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ അധ്യാപകർക്ക് ഇപ്പോൾ ഒരു വടിയെടുത്ത് പിള്ളേരെ ഒന്ന് കാണിച്ച് വരട്ടാൻ പോലും പറ്റാത്തൊരു അവസ്ഥയുണ്ട്. തീർച്ചയായും അതിനെതിരെ കൂടെ ചേർത്ത് വായിക്കണം എന്നാണ് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെയൊരു സംഭവമുണ്ട്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന നമ്മൾ കുട്ടികളെ അടിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കണം നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ അധ്യാപകനൊരു ബഹുമാനവും ആദരവും ഒക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അർത്ഥത്തിലുള്ള അധ്യാപകനോടുള്ള ഒരു ആദരവും ബഹുമാനവും കുഞ്ഞുങ്ങളോടും ആ ഒരു അർത്ഥത്തിലുള്ളൊരു ഗുണകാംക്ഷയും അതൊന്നും ഉണ്ടാവുന്നില്ല. ഗുരു നിത്യചൈതന്യ എഴുതി പറഞ്ഞൊരു വർത്താനുണ്ട്. ഒരു അധ്യാപകനോട് പറയുന്നുണ്ട്, നിൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി അത് നിൻ്റെ മകനാണെന്ന് എന്ന് നിനക്ക് തോന്നുന്നില്ലയോ അന്ന് നീ അധ്യാപനം അവസാനിപ്പിക്കണമെന്ന് നിത്യചൈതന്യ എഴുതി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നിൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടി വിദ്യാർത്ഥി അത് നിൻ്റെ കുട്ടിയല്ല എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അന്ന് അവസാനിപ്പിക്കും. അപ്പോൾ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അതാണ്. ഗുരുവും ശിഷ്യനും എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടിയെപ്പോലെ ശിഷ്യനെ കാണാൻ, സ്വന്തം പിതാവിനെ പോലെ ഗുരുവിനെ കാണാൻ. അപ്പോൾ ആ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ കൂടി ഭാഗമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഈ സാമൂഹ്യ തിന്മകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മറുവശം കൂടെ ഉണ്ട്. അതായത് ഇപ്പം അധ്യാപകൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി എൻ്റെ സ്വന്തം മകനെ പോലെ തോന്നി, സ്വന്തം മകനെ ശിക്ഷിക്കാറുണ്ട്. ഈ കുട്ടിക്ക് 2 അടി കൊടുത്താൽ ഈ കുട്ടിയുടെ യഥാർത്ഥ പിതാവ് വന്നിട്ട് ഈ അധ്യാപകനെ ചോദ്യം ചെയ്യുകയും അത് വലിയ പ്രശ്നമാകുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. അതാണ് ആ പിതാവ് മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ എൻ്റെ മകനോട് എന്നെപ്പോലെ തന്നെ ഗുണകാംക്ഷയും സ്നേഹവുമുള്ള ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ കുട്ടിയുടെ അധ്യാപകൻ എന്ന രീതിയിൽ പണ്ട് ആളുകൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ആ ഒരു രീതിയിൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് കൂടിയാണ് പ്രശ്നം. എന്തായാലും പെരുന്നാളിലേക്ക് പോകുന്ന ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശം എല്ലാവർക്കും എന്താണ് അങ്ങ് നൽകുക? തീർച്ചയായും നമ്മളൊരു പെരുന്നാളിൻ്റെ സന്ദേശം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞൊരു സംഗതിയുണ്ട്, നമ്മളിരിക്കുന്നത് പാളയം ജുമാ മസ്ജിദിലാണ്. പാളയം ജുമാ മസ്ജിദിൽ തന്നെ ഇമാമിൻ്റെ റൂമിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ റൂമിൻ്റെ ഈ ചുമരുണ്ടല്ലോ, ഈ ചുമര് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഉള്ളത് ഗണപതി ക്ഷേത്രമാണ്. നമ്മുടെ ഈ ഒരു നഗരത്തിൻ്റെ, പ്രത്യേകിച്ചും തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരിയുടെ സൗന്ദര്യത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു പെരുന്നാൾ സന്ദേശം കൊടുക്കാം. ഈ ചുമരിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ഗണപതി ക്ഷേത്രമാണ്. നമ്മുടെ ഈ പള്ളിയുടെയും ഗണപതി ക്ഷേത്രത്തിൻ്റെയും അഭിമുഖം എന്ന് പൂർണ്ണമായിട്ടും എതിർവശത്ത് എന്ന് പറഞ്ഞുകൂടെങ്കിലും ഒരു പ്രധാനപ്പെട്ട വശം എതിർവശത്തുള്ള തന്നെ ഒരു കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങിക്കൊണ്ടാണ് നമ്മുടെ ക്രൈസ്തവ ചർച്ച് നിലനിൽക്കുന്നത്. ഈ പള്ളിയുടെ മുമ്പിലും ഒരു ക്രൈസ്തവ ചർച്ചുണ്ട്, ഈ പള്ളിയുടെ ബാക്കിലും ഒരു ക്രൈസ്തവ ചർച്ചുണ്ട്. ഈ മസ്ജിദും ഈ പറയുന്ന ക്ഷേത്രവും ചാരി നിൽക്കുന്ന 2 സ്ഥാപനങ്ങളായിട്ടല്ല നിലനിൽക്കുന്നത്, ഒരേ ചുമരിലാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇനി ആരെങ്കിലും ഈ ഒരു സംഭവം കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ കൂടി കേൾക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതാണ് സൗഹൃദം. ഈ ഒരു സൗഹൃദം കേരളത്തിൽ മുഴുക്കയും ഉണ്ടാവണം. ഇതുപോലുള്ള ഒരുപാട് നമ്മുടെ ആരാധനാലയങ്ങൾ തോളുരുമ്പി നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ഈ രീതിയിലുണ്ട്. ആ ഒരു രീതി, ആ ഒരു സ്ഥാപനങ്ങൾ മാത്രം തോളോട് തോൾ ചേർന്ന് നിന്നാൽ പോരാ, നമ്മുടെ മനസ്സുകളും അതുപോലെ തോളോട് തോൾ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നൽകാനുള്ള ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തലസ്ഥാന നഗരിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ആറ്റുകാൽ പൊങ്കാല നടന്നിട്ട് കൂടുതൽ കാലമായിട്ടില്ല. ഒരു 1-2 ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സഹോദരിമാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ ക്രൈസ്തവ ചർച്ചുകളും അതുപോലെ തന്നെ മുസ്ലിം പള്ളികളും, ഈ നഗരത്തിലുള്ള മുസ്ലിം പള്ളികളും ക്രൈസ്തവ ചർച്ചുകളും അവർക്ക് ആതിഥ്യമരുളി എന്നുള്ളതാണ്. വിശ്വാസപരമായിട്ട് ഈ പറയുന്ന വിശ്വാസങ്ങൾക്കിടയിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിഥികളോട്, ആതിഥേയർക്കുള്ള മര്യാദ അത് കഴിവിൻ്റെ പരമാവധി പാലിക്കുവാൻ പലപ്പോഴും ഈ ആരാധനാലയങ്ങൾക്ക്, ഈ 3 വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആരാധനാലയങ്ങൾക്കും സാധ്യമായി എന്നുള്ളതും നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. മസ്ജിദുകളും ചർച്ചുകളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും എല്ലാം തന്നെ ഈ പൊങ്കാലയ്ക്ക് വന്ന സഹോദരിമാർക്ക് വിരുന്നേകി എന്ന് പറഞ്ഞാൽ അവർക്ക് കിടക്കാനും അവർക്ക് വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇത് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ, നമ്മുടെ ദൃശ്യ ശ്രാവ്യ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വന്ന കാര്യമാണ്.
ഏതായാലും ഈ അർത്ഥത്തിലുള്ളൊരു സൗഹൃദമുണ്ടല്ലോ, ഈ സൗഹൃദമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പറയുന്ന വിമർശനങ്ങൾ, മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുക, അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ വലതുപക്ഷ യുക്തിവാദികൾ, എത്തിസ്റ്റുകളോ എക്സ് മുസ്ലിങ്ങളോ ഇസ്ലാമിനെയോ അതല്ലെങ്കിൽ വേറൊരു മതത്തെയൊക്കെ വിമർശിക്കുക, ഇതൊന്നുമല്ല നടക്കേണ്ടത്. വിമർശനമൊക്കെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സംവാദം എന്ന രീതിയിൽ നടക്കട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, സംവാദങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു അസഹിഷ്ണുതയിലേക്ക്, ഒരു വർഗീയതയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. ഒരു വർഗീയതയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് പൊങ്കാലക്കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു നന്മയുണ്ട്. ആ നന്മ മുഴു രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നന്മയായിട്ട് മാറ്റാൻ നമുക്ക് കഴിയണം. അല്ല, അതിവിടെ തിരുവനന്തപുരത്ത് സാധാരണ നടക്കാറുണ്ട്. ഭീമാപ്പള്ളി ഉറൂസിനും എട്ടുകാട് പെരുന്നാൾ എല്ലാറ്റിനും ഈ പറയുന്ന ആഘോഷഘട്ടങ്ങളിലെല്ലാം, മുകാലഘട്ടത്തിൽ മാത്രമല്ല, ഈ പറയുന്ന ആഘോഷഘട്ടങ്ങളിലെല്ലാം തന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ ഒരു സഹകരണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് സത്യത്തിൽ നമ്മുടെ ഈദുൽ ഫിത്തറിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റമദാനിലൂടെ നമുക്ക് ലഭിച്ച ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം ഈ പറയുന്ന ലഹരിക്കും സാമൂഹിക തിന്മകൾക്കും അക്രമത്തിനുമൊക്കെ എതിരെ ക്രിയാത്മകമായിട്ട് പോരാടാനുള്ള ഒരു ഊർജ്ജമായിട്ട് മാറണം. അതാണ് ഈദുൽ ഫിത്തറിൻ്റെ രണ്ടാമത്തെ സന്ദേശം. ഈ രണ്ട് സന്ദേശങ്ങളുമാണ് ഈദുൽ ഫിത്തറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നൽകാനുള്ളത്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്തർ ആശംസകൾ കൂടി നേരുകയാണ്. പെരുന്നാൾ ആശംസകൾ തിരിച്ചും നേരുകയാണ്. സി മലയാളം ന്യൂസിനൊപ്പം ഇത്ര നേരം ചെലവിട്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.